ഇന്ന് നമ്മുടെ തടിയൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ തടിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. കാണിച്ചു തരട്ടെ, ഞാൻ ഉമാരൊന്ന് ഇറക്കട്ടെ. ഇന്ന് ഇച്ചിരി വൈകി, എനിക്ക് ചെറിയ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വൈകിയായിരുന്നു. ഉമാരെ കാണിച്ചു തരാം കേട്ടോ. ഡാ ഇന്ന് ലൂക്കാച്ചൻ എന്താ അടി കൂടാൻ തയ്യാറായി നടക്കുന്നേ? ലോക്കി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. ലോക്കി കുഞ്ഞിന് 3 വയസ്സായി. ലോക്കി കുഞ്ഞിന് കിട്ടുന്നത് നമുക്ക് പത്തനംതിട്ടയിൽ നിന്നാണ്. ഒരു സജീവ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് ലോക്കി കുഞ്ഞ് വരുന്നത്. ഋഷിക്കുട്ടനുണ്ട്. റിയോച്ചനെ ഇറക്കിയിട്ടില്ല. റിയോച്ചന് ഇത്ര നേരം ഇവിടെ വീടിനകത്ത് കറങ്ങി നടക്കണമായിരുന്നു. ബർത്ത്ഡേ പോയ വാഴത്തോപ്പിൽ അപ്പിയിടണേ. ഇവിടെ എല്ലാവർക്കും ഉള്ള ബർത്ത്ഡേ ദിവസം എല്ലാവർക്കും ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സല്ല, നമ്മുടെ ഒരു കോളർ പോലെ. അപ്പം ഇന്ന് അവൻ്റെ കഴുത്തിലാണത്. ബർത്ത്ഡേ പോയി ആ വാഴത്തോപ്പിൽ നിന്ന് ഒന്ന് പുറത്ത് വരുമോ? തടിയൻ വായിങ്ങട്. ഡാ ലൂക്ക, നീ എല്ലാവരായിട്ട് തല്ലൂടാൻ നടക്കണേണല്ലോ. എന്താ കാര്യം? ഇന്ന് അടി കൂടാനായിട്ടാണല്ലോ നടക്കുന്നേ. എന്നാ എന്നെ കടിക്കോ ഇനി കൊരങ്ങച്ച? അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയി അപ്പിയിടൽ ചടങ്ങിലാണ്. എല്ലാവരും ഇറക്കിയുള്ളൂ. എല്ലാവരും ഇറക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാലോ. അവരൊക്കെ ഒന്ന് നടന്ന് അവിടെയൊക്കെ ഒന്ന് നടന്ന് ആ ചാരത്തിൽ പോവാണ് ഇനി എല്ലാവരും കൂടി. എടാ ഇങ്ങു വാടാ. അതെ ലൂക്കാച്ചന് അവൻ്റെ എടാ ലൂക്ക കോളർ ഇട്ട് കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ്റെ വലിച്ചു പറിക്കണ നോക്ക്. ലൂക്കാച്ചൻ വിചാരിക്കണ്ടാവും ഇവന് മാത്രം എന്താ ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കണത് എന്നുള്ള രീതിയിലാണ് പുള്ളി നടക്കുന്നത്. ഡാ ലൂക്ക, ലോക്കി കുഞ്ഞേ ഇങ്ങ് വന്നേ. നോക്ക്, നിങ്ങൾ സ്ഥിരം കാണുന്നവർക്ക് അറിയാമല്ലോ. ആദ്യത്തെ ഈ മൂത്രമൊഴിക്കല് ഋഷി ചോദിച്ച് മേടിക്കാൻ പോകുന്നുണ്ട്. ലോക്കി നോക്കട്ടെ, ഇനി വന്നേ. അവനാണെങ്കിൽ അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ്റെ കഴുത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് കിടക്കാം. വിടറാ. നിന്റെ ബർത്ത്ഡേ ഇനി മെയിലാണ്, നിനക്ക് ഇടാനുണ്ടാവില്ല. കണ്ടോ ആ ബോ പറിച്ചെടുത്തിട്ട് ആരാടാ എടുത്ത് തരാടാ. കണ്ട ഗൈസ്, അത് പറിച്ചെടുത്തു. നിനക്കിനി ഇല്ല, നിനക്കിനി മെയിലല്ലേ ഇത്. ഇനി വേണ്ടേ അപ്പം നിനക്ക്? അയ്യോ, ഇവിടെ അടി നടക്കാൻ പോവാണ്. ഞാനിപ്പോൾ തട്ടി മറിഞ്ഞ് വീണേനെ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? അയ്യോ എൻ്റെ പോ. എന്താണ് ഇവിടെ നല്ല അംഗം നടന്നു. അതാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. 2 പേർക്കും പണിഷ്മെന്റ് കൊടുത്തു. 2 എണ്ണത്തിനെ കൂട്ടിക്കയറ്റി. ഇവരോട് എത്ര പറഞ്ഞാലും പുറകെ നടന്ന് ഇവൻ ഇത്രയും കടി കിട്ടിയിട്ട് പിന്നെയും പോണ് തല്ലൂടാൻ. നോക്ക്, ആ മണ്ണ് മുഴുവനായില്ലേ മേത്ത്? വില്ലന്മാര് നടക്കണ്. ഈ ആമ്പിള്ളേര് ഇടി കൂടുമ്പോൾ തള്ളമാർക്ക് ഇടയിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരവസ്ഥയാണിത്. ഇനി നിന്നെ ഞാൻ ഇറക്കാട്ടോ. അവനല്ലെങ്കിൽ അവനോ കൂട്ടിക്കയറ്റിയെ കിടന്ന് കുരക്കുന്നവനാണ്. അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൂക്കാച്ചിന് ഇന്ന് കുറേ തല്ലും കിട്ടി എൻ്റെ അടുത്തുനിന്ന്. ഇനി നിന്നെ ഇറക്കൂല കേട്ടാ. ഇനി ഇറക്കണില്ല നിന്നെ. എനിക്ക് ഇത്ര ദേഷ്യം നിനക്ക്? അടിച്ചാലുണ്ടല്ലേ ഞാൻ ഒന്നും അറിയാത്തവരിക്കണം. എന്നിട്ട് അടി കിട്ടിയാലുണ്ടല്ലോ ഏത് സമയം തല്ലുള്ളിയാവണല്ലേ. ഞാനിനി ഇറക്കണല്ലോ നിന്നെ. നോക്ക്, ചെളി മുഴുവൻ അയക്കണത്. അവൻ്റെ അടുത്തൊന്നും കിട്ടിയില്ല. ഇന്നത്തെ അടിയിൽ അവനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടാൻ പറ്റണ്ട, പിടിച്ചിട്ട് മാറണുണ്ടോ? എൻ്റെ പൊന്നു മക്കളെ, യുവമാരുടെ ബലമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കിട്ടൂല. മറ്റേ ബർത്ത്ഡേ പോയി നടുക്കൊക്കെ വീണ് നോക്കി. ഇവനെ കൊണ്ട് പറ്റണില്ല, എന്നെ കൊണ്ടും പറ്റണില്ല. ലോക്കി അവന് നടുക്ക് വീണ് പാവം. എൻ്റെ പൊന്നോ, നോക്കണ്ട, ഇനി അയക്കൂല, അഴിച്ചു വിടൂല കേട്ടാ, അഴിച്ചു വിടൂല. നീ എപ്പോഴും എന്താണ് ഈ തല്ലുണ്ടാക്കണത്? ഇപ്പൊ അവൻ്റെ അടുത്തൊന്നും കിട്ടിയില്ല നിനക്ക്. പോടുന്ന് പോടാ ലോക്കി. നിർത്തം കിടക്കണം നോക്ക്. എനിക്കാണെങ്കിൽ നിങ്ങളെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ഭയങ്കര വിഷമവുമാണ്.
ഇരിക്കണ നോക്ക്, രണ്ടുപേർക്കും കിട്ടി. എൻ്റെ അടുത്ത് തടി കിട്ടി. ഇവനാണെങ്കിൽ കടി കിട്ടിയിട്ട് തിരിച്ച് അവൻ ഓടിച്ചിട്ട് അവനും കൊടുത്തു. അല്ല എപ്പോഴും അവൻ്റെ അടുത്ത് നല്ല കടി മേടിക്കൽ. മൊത്തം ചെളിയാണ് രണ്ടെണ്ണത്തിൻ്റെ മേത്ത്. ഒരുത്തൻ നടന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട്. തടിയനെ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല, ആരുടെയും കടി മേടിക്കാനും ഇല്ല. പക്ഷെ നടുക്ക് വീഴലാണ് അവൻ്റെ പരിപാടി. ഋഷി മേത്ത് എന്താണ് ഈ കാണുന്നത്? ചെളിയായില്ലേ ഇത്? മൊത്തം ചെളിയല്ലേ ഇനി അല്ലേ? ഇനി അഴിക്കൂല കേട്ടോ, എല്ലാവരും കൂടെ അഴിച്ചു വിടണില്ല. ഇനി ലോക്കിനെ മാത്രമേ അഴിക്കുള്ളൂ. രണ്ടുപേർക്ക് പണിഷ്മെന്റ് ആണ്. ഇനി അഴിച്ചിടല്ല. ആ എൻ്റെ പൊന്നോ, ഇതുങ്ങളെ നടുക്ക് ആരെ കൊണ്ട് പറ്റും വീഴാൻ? രണ്ടെണ്ണം പക്ഷെ അതിനുശേഷം മിണ്ടിയിട്ടില്ല കേട്ടോ. സാധാരണ എന്തെങ്കിലും പണിഷ്മെന്റ് ആയിട്ടൊക്കെ കൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് കുറയാണ്. അയ്യോ, തടിയനെ സമ്മതിക്കണോട്ടോ. നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഇവ നടുക്ക് വീണു. അയ്യോ, എന്തൊരു യുദ്ധമായിരുന്നു ഇവിടെ. നടുക്ക് വീണിട്ട് പറ്റിയിട്ടില്ല. തടിയാ, ലോക്കി ഇങ്ങ് വന്നേ, കുഞ്ഞിങ്ങ് വന്നേ, ബാ ഇങ്ങ് വാ. കൊച്ചിൻ്റെ ബോയൊക്കെ അതേ കയ്യിലായി. ഇങ്ങ് വാ. അവൻ പിന്നെ ഈ പുല്ലൊക്കെ ഒന്ന് കഴിക്കോട്ടോ. എനിക്ക് ഇവൻ്റെ കാര്യമാണ് ഭയങ്കര ടെൻഷനാണ്. കാരണം ആള് നടക്കാൻ കൊണ്ടുപോയാലും ഈ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും മതി എന്നുള്ള ഇതാണ്. ഇവന് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ആൾക്ക് ഇത്തിരി എക്സസൈസൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറച്ചു ആൾക്ക്. പക്ഷെ ഇവനിങ്ങനെ വിശക്കണമെന്നൊന്നും ടെൻഷൻ കാരണം ഇപ്പോൾ ആൾക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇപ്പം ഇത്തിരി കുറഞ്ഞ് വരണുണ്ട്. കാരണം ഇവർക്ക് ഈ വെയിറ്റ് നമ്മൾ ഇച്ചിരി ഫുഡ് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. വെയിറ്റ് കാരണം ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരും. അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക്. ലോക്കി ഡാ കൂട്ടിക്കയറാം, ബാ ലോക്കി, വാ കൂട്ടിക്കയറാം, വാടാ വാ വന്നേ വാ. പാവന്മാരൊക്കെ കയറിയല്ലോ, കളിക്കാൻ ആരുമില്ലല്ലോ. കുണിങ്ങിയുള്ള പോക്ക് കണ്ട, കുണിങ്ങി മിണ്ടരുത്. ആ ശരി മക്കളെ, യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ്. ഞാൻ വേർത്തുപോയി. എപ്പോഴും ഇവർ തമ്മിലൊക്കെ അടി ഉണ്ടാവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇന്നത്തെ അടി എന്ന് പറഞ്ഞാൽ അവന് കൊടുത്തു, അവൻ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. ചെളി കിടന്ന് ഊരുണ്ട്. രണ്ടുപേർക്കും വേനെടുത്തിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല. ഇതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മുറി ഉണങ്ങാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ ഈ കാട്ടിക്ക് ഇറങ്ങി കിടക്കണവനെ തിരിച്ചാക്കട്ടെ. എൻ്റെ മുഖമൊക്കെ വീർത്തിരിക്കുക, ചെറിയൊരു അലർജി പോലെ. അപ്പോൾ ഇവനെയും കൂടി കൂട്ടിലാക്കിയിട്ട് ഇന്നത്തെ സംഭവം അവസാനിപ്പിക്കട്ടെ. ഇനി 2-3 ദിവസത്തേക്ക് ഞാൻ ഇവർ ഇറക്കൂല. പണിഷ്മെൻ്റാണ് എല്ലാവർക്കും. ഒരു പൈവറിനെ ബർത്ത്ഡേ പോയി. 3 വയസ്സായിട്ടാ ലോക്കി കുഞ്ഞിന്. ഗുണ്ടപ്പാ ഡാ തടിയാ. ഞാനിവനെ സ്നേഹം കൊണ്ട് വിളിക്കണം കേട്ടോ. ഇവൻ ചെറുപ്പം മുതലേ ഞങ്ങളിങ്ങനെ ആരും ഗുണ്ടുപണിയാക്കി കൊണ്ടുനടക്കണം. തടിയാന്ന് വിളിക്കും. ഇവൻ നമ്മളെവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മളോട് ഭയങ്കരമായിട്ട് ചേർന്ന് വന്ന് നമ്മളെയും കൂടി ഉരുട്ടിയുന്ന രീതിയിൽ അവൻ ബാക്ക് കൊണ്ടുവന്നിങ്ങനെ വെക്കും, സൈഡിലേക്ക് നമ്മൾ ഇരുത്തണ രീതിയിൽ. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു. 3 വയസ്സായി. മെയ്യിൽ ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ ആണ്, അവന് 3 വയസ്സാകും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ലോക്കി വാഴത്തോപ്പിലാണ്. അപ്പോൾ ശരി കേട്ടോ. ടാറ്റ ബൈ.